ഞാനിന്ന് ബേസിക് ഹാൻഡ് എംബ്രോയിഡറിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആദ്യം മുതലേ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടും. കുറച്ച് ക്ഷമയും സമയവും മാറ്റി വെച്ചാൽ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സാരീസിലും ചുരിദാറിലും കുട്ടികളുടെ ഫ്രോക്കിലെല്ലാം നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതെടുക്കാം. ഇത് അങ്ങനെ ചെയ്തൊരു വർക്കാണത്, കണ്ടോ, ഹാൻഡ് എംബ്രോയിഡറി വർക്കാണത്. ഇതിൽ സീക്വൻസ് വർക്കും അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് കൊണ്ട് ചെയ്ത ഒരു വർക്കാണ്. ഇതുപോലെ നിങ്ങൾക്കും പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. ഞാൻ ഇനി ഓരോ സ്റ്റിച്ചിനെ കുറിച്ചും പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എംബ്രോയിഡറി വർക്കിന് എന്തെല്ലാമാണ് ആവശ്യമുള്ളതെന്ന് ഒന്ന് നോക്കാം. എംബ്രോയിഡറി പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രെയിമാണ് കേട്ടോ. ഇത് വലിയ സൈസിലും കിട്ടും, ചെറിയ സൈസിലും കിട്ടും, മീഡിയത്തിലും ഉണ്ടാവും. ഇത് മീഡിയമാണ് കേട്ടോ. ഒരുപാട് ചെറിയ സൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ അഴിച്ച് ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അതിലിങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ സമയം വേസ്റ്റാവും. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് ഫ്രെയിം തന്നെ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ക്ലോത്താണ്, കണ്ടോ. ഇത് ഞാൻ ഈ ഫ്രെയിമിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തൊരു ക്ലോത്താണ് കേട്ടോ. കോട്ടൺ ക്ലോത്ത് തന്നെ വാങ്ങിക്കുക. നമുക്ക് പഴയ മുണ്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഞ്ഞിവെള്ളത്തിലെല്ലാം മുക്കി ഉണക്കിയെടുത്താൽ സ്റ്റിഫായി കിട്ടും. അതായാലും മതിയാവും. ഇത് പല കളറിലും ഉണ്ട്, നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് സൂചിയാണ് കേട്ടോ. കണ്ടോ, സൂചി വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഹോള് കുറച്ച് വലുത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നൂല് ഇതിനകത്തൂടെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വലിയ ഹോള് നോക്കി വാങ്ങിക്കുക. പിന്നെ വേണ്ടത് എംബ്രോയിഡറി നൂലാണ് കേട്ടോ. ഇത് പല കളറിലും നമുക്ക് കിട്ടും. കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ക്വാളിറ്റി കൂടിയതുമുണ്ട്, ക്വാളിറ്റി കുറഞ്ഞതുമുണ്ട്. ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞത് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കത്രികയാണ് കേട്ടോ. കത്രിക നമുക്ക് ത്രെഡെല്ലാം മുറിക്കാനായിട്ട് ആവശ്യം വരും. അപ്പോൾ ഒരു കത്രികയും വേണം. ഇത്രയേ ഉള്ളൂ കേട്ടോ എംബ്രോയിഡറി പഠിക്കാനായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഫ്രെയിമിനകത്തോട്ട് ക്ലോത്ത് എങ്ങനെ വെക്കണമെന്ന് നോക്കാം കേട്ടോ. ഫ്രെയിം നമുക്ക് കണ്ടോ ഇതിങ്ങനെ എടുക്കാൻ പറ്റും, കണ്ടോ. സ്ക്രൂ ഉള്ളത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുക. ഇതിന് മേലെ ക്ലോത്ത് ഇടുക കേട്ടോ. ഇങ്ങനെ ക്ലോത്ത് ഇടുക. എന്നിട്ട് ഈ ഫ്രെയിം എടുത്ത് ഇതാ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ വയ്ക്കുക. സ്ക്രൂ നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. ടൈറ്റാക്കി കൊടുത്ത് അത് ടൈറ്റാവും. എന്നിട്ടും ഇവിടെ കണ്ടോ ലൂസായിട്ടാണ് ക്ലോത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ അറ്റത്ത് പിടിച്ച് ക്ലോത്ത് ഇങ്ങനെ വലിക്കുക കേട്ടോ. കണ്ടോ, അങ്ങനെ വലിക്കുമ്പോൾ കണ്ടോ ആ ചുളുങ്ങിയതൊക്കെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഫ്രെയിമിനകത്തേക്ക് തുണിയിട്ട് സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇതിനറ്റത്ത് പിടിച്ച് ക്ലോത്ത് വലിച്ചെടുത്ത് അകത്ത് നല്ല ടൈറ്റായിട്ടിരിക്കും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ടൈറ്റായി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ക്ലോത്ത് ഫ്രെയിമിലിടുന്നത്. ഞാൻ ആദ്യം റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, റണ്ണിങ് സ്റ്റിച്ച് ഒരു ലൈനൊക്കെ ഇട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വളയാതെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ആദ്യം സൂചിയിൽ നൂല് കോർത്തു. കണ്ടോ, സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. നമുക്ക്
ആദ്യം ഫ്രെയിമിൻ്റെ അടിയിലൂടെ മുകളിലോട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് താഴോട്ട് ഇറക്കുക. അതേപോലെ തന്നെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയും സ്പേസ് വിട്ട് താഴോട്ട് കുത്തിയിറക്കുക. അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയാകുമ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? വളരെ എളുപ്പമാണ് കേട്ടോ. കണ്ടോ? അങ്ങനെയാകുമ്പോൾ വേഗം കഴിയും. ഇനി താഴോട്ട് കുത്തിയിറക്കുക. എന്നിട്ട് കെട്ടിടുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് ജസ്റ്റ് കുത്തിയെടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇടാം. ഒന്നുകൂടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. ഇങ്ങനെ എടുത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് കെട്ടിടുന്നത് കേട്ടോ. കണ്ടോ? ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. ഞാനിതിൻ്റെ ഫുൾ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫുൾ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഗൈസ്, റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫുൾ പിക്ചറാണിത്. നമുക്ക് ഏത് പിക്ചർ വേണമെങ്കിലും ചെയ്യാം. ഞാനൊരു ഫ്ലവറിൻ്റെ ഒരു ചെടിയുടെ പിക്ചറാണ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ഫ്ലവറായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ? ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. നമുക്കിനി ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ആദ്യം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഡബിൾ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേറെ കളർ നൂലെടുത്ത് നമ്മൾ താഴ്ത്തുന്ന, അതായത് ഇത് തുടങ്ങി അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് വേണം കുത്തിയെടുക്കാൻ. ഇങ്ങനെ കുത്തിയെടുക്കുക. താഴോട്ട് ഇത് തുടങ്ങുന്ന ഭാഗത്ത് താഴെ ഇറക്കുക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് കുത്തിയെടുക്കുക കേട്ടോ. ഇവിടെ നിന്ന് മുകളിലോട്ട് എടുക്കുക, താഴോട്ട് ഇറക്കുക, മുകളിലോട്ട് എടുക്കുക, താഴോട്ട് ഇറക്കുക. ഇങ്ങനെയാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നൂല് അതിനകത്ത് പെടുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ? നമുക്ക് ഇങ്ങനെ കുത്തിയെടുത്ത് എളുപ്പത്തിൽ തയ്ക്കാം. ഇതാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്. ഇതാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് കേട്ടോ. ഇതിൻ്റെ ഫുൾ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ഫുൾ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് കേട്ടോ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫുൾ പിക്ചർ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പല കളർ നൂല് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ചുരിദാറിലും അതുപോലെ സാരിയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അത് തുടങ്ങുന്നത് ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ കേട്ടോ. കണ്ടോ, ഇവിടുന്ന് തുടങ്ങി മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് താഴെ ഇറക്കുക. അതേപോലെ ഫ്രണ്ടിൽ നിന്നും എടുക്കുക, ബാക്കിലോട്ട് താഴെ ഇറക്കുക കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതും വളരെ എളുപ്പമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബാക്ക് സ്റ്റിച്ച്. കണ്ടോ, ബാക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫുൾ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫുൾ പിക്ചർ. കണ്ടോ, അടുത്ത നമുക്ക് അൺഈവൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അൺഈവൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇങ്ങനെ എടുക്കുക, കുറച്ച് ലോങ് ആയിട്ട് കുത്തിടും, സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് പിന്നെ ചെറിയ ഡോട്ടിടും. അതുപോലെ വീണ്ടും ലോങ് ആയിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ചെറുത് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ലോങ് ആയിട്ട് ചെയ്യുക. ചെറുതായി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെയാണ് കേട്ടോ അൺഈവൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ അൺഈവൻ സ്റ്റിച്ച്. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അൺഈവൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് അൺഈവൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പിക്ചർ. നമുക്ക് ഏത് പിക്ചറിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ 4 സ്റ്റിച്ചുകളെ കുറിച്ചാണ് കാണിച്ചത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റിച്ചുകളെക്കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.